അയ്യോ, ഇത് ചെറിയൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക് പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്ത് തരാനായിട്ടാ. അതായത് കുറെ പേർക്കുള്ള സംശയമുണ്ട്, സൈൻ മൈനസ് തീറ്റ എങ്ങനെ മൈനസ് സൈൻ തീറ്റ ആയി? ബട്ട് കോസ് മൈനസ് തീറ്റ വരുന്നത് കോസ് തീറ്റ ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്, അത് മൈനസ് ആയില്ലല്ലോ. ഇത് വേണേൽ നമുക്ക് കുറെ ഇക്വേഷൻസ് ഇങ്ങനെ കാണാൻ പഠിക്കാം. ഇതിനെക്കാട്ടി എന്തുകൊണ്ട് ബെറ്റർ ആണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതൊന്ന് കാണിച്ചു തരാം. ഇത്രയും ലൈൻസ് കണ്ട് പേടിക്കേണ്ട, ഇത് ഓരോന്നും ഡിസ്റ്റിങ്ക്യൂഷ് ആയിട്ട് എത്താനായിട്ട് ഇത്രയും ലൈൻസ് വരച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് തീറ്റ. അതായത് നമ്മൾ നോർമലി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് വരയ്ക്കുന്ന ഇതാണ് നമ്മുടെ പോസിറ്റീവ് തീറ്റ. ഇത് നോക്ക്, ഇത് നെഗറ്റീവ് ഡയറക്ഷനിലോട്ടാണ് വരയ്ക്കുന്നത്. അതായത് ക്ലോക്ക് ഡയറക്ഷനിലോട്ട് നമ്മൾ നോർമലി വരയ്ക്കുന്നതിലോട്ടില്ല. അത് വരച്ചു പോകുന്ന ശ്രദ്ധിച്ചു നോക്ക്. ഒന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും. ഈ ആന്റി ക്ലോക്ക് വൈസിലോട്ട് നമ്മൾ നോർമലി വരയ്ക്കുന്നതാണ് പോസിറ്റീവ് തീറ്റ, അപ്പോട്ട് വരയ്ക്കുന്നതാണ് നെഗറ്റീവ് തീറ്റ. സോ ദിസ് ഈസ് പോസിറ്റീവ് തീറ്റ ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ് തീറ്റ. ഇനി ഫസ്റ്റ് നമുക്ക് സൈൻ തീറ്റ എടുക്കാം. ഈ കാണുന്ന റെഡ് ലൈനാണ് സൈൻ തീറ്റ, ഈ മൊത്തം റെഡ് ലൈൻ. ഇത് വരുന്നത് പോസിറ്റീവ് തീറ്റയുടെ സൈൻ തീറ്റയാണ്. ഇത് വരുന്നത് നെഗറ്റീവ് തീറ്റയുടെ സൈൻ നെഗറ്റീവ് തീറ്റയാണ്. ഇവിടെ ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചു, അതായത് ഇവിടെ നമ്മൾ എത്ര ചേഞ്ച് ചെയ്താലും മാഗ്നിറ്റ്യൂഡിന് ഒരു വ്യത്യാസമില്ല. അതായത് ഈ മേളിലോട്ടുള്ള അതേ ലെങ്ത് തന്നെയാണ് ഈ താപ്പോട്ടും. ഒരേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നിന്ന് ഒരൊറ്റ കാര്യം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, സൈൻ മൈനസ് തീറ്റ എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് സൈൻ മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. ലെങ്ത് സെയിം ആണെങ്കിലും നെഗറ്റീവ് ഡയറക്ഷനിലോട്ടാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന സൈൻ മൈനസ് തീറ്റ എന്ന് പറയുന്നത് ഇതിന്റെ മൈനസ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് വരും. അങ്ങനെയാണ് സൈൻ മൈനസ് തീറ്റ നെഗറ്റീവ് സൈൻ തീറ്റ വന്നത്. പക്ഷെ ഇവിടെ കോസ് തീറ്റ നോക്ക്, ഈ ഗ്രീൻ ലൈനാണ് കോസ് തീറ്റ. നമ്മൾ എത്ര മൂവ് ചെയ്യിച്ചാലും കോസ് തീറ്റയുടെ ഡയറക്ഷനിൽ ഒരു ചേഞ്ച് ഇല്ല. അതായത് കോസ് തീറ്റ ഇങ്ങോട്ട് തന്നെയാണ്, പോസിറ്റീവ് ഡയറക്ഷനിലോട്ട്. ഈ കാണുന്ന കോസ് നെഗറ്റീവ് തീറ്റ ഇങ്ങോട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ ദിസ് കോസ് തീറ്റ ഈസ് സെയിം ആസ് കോസ് മൈനസ് തീറ്റ ഇൻ ടേംസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതായത് ഇങ്ങോട്ട് കാണുന്ന ഈ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, മീൻസ് ഇതേ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് ഇവിടെ വാല്യൂ. അതായത് ഇതേ ലെങ്ത് തന്നെയാണ് ഇവിടെ, അറ്റ് സെയിം ടൈം ഇതേ ഡയറക്ഷൻ തന്നെയാണ് ഇവിടെ. സോ കോസ് തീറ്റ ഈസ് സെയിം ആസ് കോസ് മൈനസ് തീറ്റ. ഇനി കൊസീക്കിന്റെ കാര്യം എടുത്ത് നോക്ക്. ഈ കാണുന്ന പിങ്ക് ലൈനാണ് കൊസീക്ക്. ഈ കാണുന്നത് കൊസീക് പോസിറ്റീവ് തീറ്റ, ഈ കാണുന്ന കൊസീക് നെഗറ്റീവ് തീറ്റ. സൈനിന്റെ അതേ കേസ്, ഈ നമ്മൾ ഈ നേരത്തെ കാണിച്ച സൈനിന്റെ അതേ കേസ് തന്നെ ഇവിടെ മാഗ്നിറ്റ്യൂഡ് സെയിം, അതായത് ലെങ്ത് സെയിമാ, പക്ഷെ ഡിഫറൻസ് എന്താ വെച്ചാൽ ഡയറക്ഷനാണ്. ഇതേ ലെങ്ത് തന്നെയാണ് ഇവിടെ, പക്ഷെ ഈ ലെങ്തിന്റെ എക്സാക്ട് നെഗറ്റീവ്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇത്. സോ കൊസീക് നെഗറ്റീവ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് ഓഫ് കൊസീക് തീറ്റയാണ്. മനസ്സിലായോ? ആ റിലേഷൻ മനസ്സിലായോ? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ സീക്ക് നോക്ക്, സീക്കിന് ഒരുവിധ ചേഞ്ചും ഇല്ല. അതായത് സീക്ക് കോമൺ ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഈ യെല്ലോ ലൈനാണ് സീക്ക് തീറ്റ, ഈ കാണുന്നത്. അത് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷനും സെയിം ആണ്. സോ സീക്ക് മൈനസ് തീറ്റ എന്ന് പറയുന്നത് സീക്ക് തീറ്റ തന്നെയാണ്, ഒരു പ്രശ്നമില്ല. ഇനി ഈ കാണുന്ന ബ്ലൂ ലൈനാണ് ടാൻ തീറ്റ. ഇത് ഡയറക്ഷൻ വെച്ച് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആകുന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ലോജിക്ക്. ഇവിടെ സൈനും പോസിറ്റീവ് ആണ്, കോസും പോസിറ്റീവ് ആണ്. സോ ഇവിടെ കോട്ടും പോസിറ്റീവ് ആണ്. ബട്ട് ഇവിടെ നോക്ക്, സൈൻ നെഗറ്റീവ് ആണ്, കോസ് പോസിറ്റീവ് ആണ്. ബട്ട് സൈൻ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ ടാൻ നെഗറ്റീവ്. അതായത് മാഗ്നിറ്റ്യൂഡിൽ ഒരു വ്യത്യാസവും ഇല്ല, സെയിം ലെങ്ത് ആണ്. ഈ ബ്ലൂവിന്റെ അതേ ലെങ്ത് തന്നെയാണ് ഈ ബ്ലൂവിന്റെ അതേ ലെങ്ത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്ന് സ്ലൈഡ് ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാവും. ബട്ട് ഡയറക്ഷൻ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ കോട്ട് എടുത്ത് നോക്ക്, ഇതേ ലെങ്ത് തന്നെയാണ്, ഇതേ ലെങ്ത്. അതായത് ഈ കാണുന്ന ബ്ലൂ ലൈൻ്റെ, ലൈറ്റ് ബ്ലൂ ലൈൻ്റെ, സയൻ ലൈൻ്റെ അതേ ലെങ്ത് ആണ് ഈ കാണുന്ന സയൻ ലൈൻ്റെ ലെങ്ത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്താൽ കറക്റ്റ് മനസ്സിലാവും, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് തന്നെ വന്ന, ഡയറക്ഷനാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ നോക്ക്, കോസ് തീറ്റ എടുക്കുക. അത് ഞാൻ ഡയറക്ഷൻ വെച്ച് കോംപ്ലിക്കേറ്റഡ് ആകുന്നില്ല. കോസ് തീറ്റയുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന്. ഇവിടെ കോസ് തീറ്റ പോസിറ്റീവ് ആണ്, ബട്ട് സൈൻ തീറ്റ നെഗറ്റീവ് ആണ്. സോ ഇവിടെ കോസ് തീറ്റ നെഗറ്റീവ് ആണ്, ഇവിടെ സൈൻ തീറ്റയും പോസിറ്റീവ് ആണ്, കോസ് തീറ്റയും പോസിറ്റീവ് ആണ്. സോ കോട്ട് തീറ്റ പോസിറ്റീവ് ആണ്. സോ കോട്ട് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റ ആണ്. ഇപ്പൊ ആ റിലേഷൻഷിപ്പ് എല്ലാവർക്കും മനസ്സിലായി. അതായത് ഈ പ്ലോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക്
റിലേഷൻഷിപ്പ് മനസ്സിലായി നോക്കുക. അതായത് സൈൻ നോക്ക്, പോസിറ്റീവ് വരുമ്പോൾ മേപ്പോട്ട്, നെഗറ്റീവ് വരുമ്പോൾ താഴോട്ട്. സോ ഡയറക്ഷൻ മാറി. ഇത് രണ്ടും ലെങ്ത് സെയിമാ, വ്യത്യാസം എന്താ വെച്ചാൽ ഇതിന്റെ എക്സാക്റ്റ് ആണ്ട് ഇതിന്റെ നെഗറ്റീവ് ആയിരിക്കും. ബട്ട് ഇതേ കേസ് തന്നെയാണ് കൊസീക്കിന്റെ കേസ് വരുമ്പോഴും നോക്ക്. ബട്ട് ഇവിടെ സീക്കിന്റെ കോസിന്റെ നോക്ക്, അവർ രണ്ടും ഡയറക്ഷനും സെയിമാ, മാഗ്നിറ്റ്യൂഡ് സെയിമാ, പോസിറ്റീവ് നെഗറ്റീവ്. ടാനും കോട്ടും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ വ്യത്യാസമുണ്ട്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.